ഹായ്, നമസ്കാരം. ഞാൻ GHSS ചാവശ്ശേരി സ്കൂളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ. നമ്മുടെ വിദ്യാലയത്തിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഷിഫാൻ. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടിയാണ് നമ്മുടെ ഷിഫാൻ. അതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളിലും തെറാപ്പിക്ക് പോകുന്നത് കൊണ്ട് തന്നെ എല്ലാ ദിവസങ്ങളിലും ഷിഫാന് നമ്മുടെ വിദ്യാലയത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും പഠനത്തോടുള്ള ഇഷ്ടവും കൂട്ടുകാരോടൊത്ത് ചെലവഴിക്കാനുള്ള ഇഷ്ടവും അധ്യാപകരോടുള്ള ഇഷ്ടവും ഷിഫാനെ ചില ദിവസങ്ങളിൽ നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിക്കാറുണ്ട്. നമുക്ക് ഷിഫാന്റെ കുടുംബത്തിന്റെയും കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ വിദ്യാലയത്തിലെ SPC കുടുംബം ഷിഫാന്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഷിഫാന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം. ഷിഫാന്റെ വീട്ടിലേക്ക്. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ചാവശ്ശേരി സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷിഫാൻ എന്ന വിദ്യാർത്ഥിയുടെ വീട്ടിലാണ്. ഷിഫാന് എല്ലാ ദിവസവും ഒരു തെറാപ്പിക്ക് ചെയ്യേണ്ടതുകൊണ്ട് ചില പരിമിതികൾ കാരണം സ്കൂളിൽ എല്ലാ ദിവസവും വരാൻ സാധിക്കില്ല. അപ്പോൾ എന്നാലും തെറാപ്പിക്ക് ഇല്ലാത്ത ദിവസം ഷിഫാന് നമ്മുടെ സ്കൂളിൽ വരും. അപ്പൊ ഷിഫാനെ നമുക്ക് പരിചയപ്പെടാം. ഷിഫാനെ, എൻ്റെ പേര് തീർത്ഥാണ് കേട്ടോ. അപ്പൊ ഷിഫാൻ ഏറ്റവും ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യം ഏതാ? ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ഒരു കുട്ടിയാണല്ലേ. ഷിഫാന് ഏറ്റവും കൂടി സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? ഉമ്മ. സ്കൂളിലൊക്കെ വരുമ്പോ ആരാ ഏറ്റവും കൂടുതൽ കൂടെ നിൽക്കുന്നവര്? ടീച്ചേഴ്സ്, കൂടെ പഠിക്കുന്ന കുട്ടികളല്ലേ, അവരെങ്ങനെ പെരുമാറുക? എല്ലാം ഇഷ്ടമാണോ? എല്ലാരും നല്ല പെരുമാറ്റാണ് എല്ലാരും? എല്ലാരും നല്ല പെരുമാറ്റം. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാ? ആരെ പോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്നത്? വ്ളോഗർ ആവണമെന്നാണോ? അനിയത്തിയുടെ കൂടെ ഡാൻസ് കളിക്കണം എന്നാണോ അല്ല ആഗ്രഹമുള്ള? വ്ളോഗർ ആവണമെന്ന് ആഗ്രഹം. എനിക്ക് എവിടെ പോകാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ബീച്ചിലും അങ്ങനത്തെ സ്ഥലത്തിലോ പോകാൻ ഇഷ്ടമാണ്. ഇപ്പൊ അടുത്തിപ്പോ പോയിട്ടുണ്ടോ? പോലുണ്ടോ? ഉപ്പ വന്നിട്ടും പോയി. എല്ലാടെയും പോവാൻ ഇഷ്ടാണോ? ഇഷ്ടമാണ്. ബുക്ക് വായിക്കാൻ ഇഷ്ടാ? ഇഷ്ടം. ഏത് തരം പുസ്തകങ്ങളെ ഇഷ്ടം വായിക്കാൻ? കഥ പോലത്തെ ബുക്ക് ഉണ്ടാവില്ലേ അങ്ങനത്തെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? ബിരിയാണി. പുറത്ത് കല്യാണം അങ്ങനത്തെ പരിപാടിയെല്ലാം വരുമ്പോ പോവാൻ ഇഷ്ടാ? അങ്ങനത്തെ പോവാൻ ഇഷ്ടം. ഞാൻ പോയിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട കളി എന്നാ? ഫ്രണ്ട്സിന്റെ ഒപ്പം കളിക്കുന്നത് ഫുട്ബോള് ഇഷ്ടം. കാണലുണ്ട്. ഷിഫാനെ, എൻ്റെ പേര് അക്ഷിത്. ഞാൻ 9ാണ് പഠിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഇപ്പൊ യൂട്യൂബ് ചാനലല്ലോ അല്ലേ? അപ്പോൾ ഏകദേശം 3000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ട്. അവരോടെന്നാ പറയാനുള്ളത്? അവരോട് താങ്ക് യു. അന്ന് സപ്പോർട്ട് ചെയ്തേന്. ഇനി നിങ്ങൾ സപ്പോർട്ട് വേണോ? ഇനിയിപ്പോ ഇടക്കിടക്ക് വീഡിയോസ് ഇടാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോസ് ഇടാണ്ടിരിക്കുന്നതിന്റെ കാരണങ്ങൾ എന്തെല്ലാം? ഇടാണ്ടിരിക്കുന്ന അടുക്ക് പനിയെല്ലാം വന്നാ പിന്നെ ഇടയില്ല. പിന്നെ കൊറേ ഇതായിപ്പോയി. ഇപ്പൊ മടിയായിട്ട് പിന്നെ ഇപ്പൊ ഇനി ഇടാൻ തുടങ്ങണം. സ്കൂളിന്റെ വീഡിയോ എടുത്ത് വെച്ചു, അത് ഇടണം. അപ്പൊ എന്നോട് ആരിങ്ങനെ പറഞ്ഞ ഇപ്പൊ യൂട്യൂബ് തുടങ്ങാം, നമുക്ക് അങ്ങനെയല്ല വ്ളോഗെല്ലാം എടുക്കാൻ എന്നോട് ആരാ പറഞ്ഞു? വാ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം. പിന്നെ കൊറേ യൂട്യൂബ് ചാനൽ തുടങ്ങി, അതെല്ലാം പോയി. ഇതാണ് ഇപ്പം തുടങ്ങിയത്. ഷിഫാൻ 19 ഷിഫാനെ ഇഷ്ടപ്പെടുന്ന കുറെ ആള് യൂട്യൂബിലെല്ലാം ഉണ്ട്. അപ്പൊ ഇനിയും നല്ല വീഡിയോസ് ഇടണം. ഞാനും ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോയും ഞാൻ കണ്ടിന്. ഇനിയും വീഡിയോസ് ഇടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഞാൻ വീഡിയോസ് ഇടാം. താങ്ക് യു. ഇപ്പൊ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് പ്രയാസം തോന്നുന്നത്? ഇങ്ങനെ പുറത്തൊന്നും ചെയ്യാത്ത, കളിക്കാൻ പോകാത്ത, ബാക്കിയൊന്നും പ്രയാസമൊന്നുമില്ല. ബാത്റൂമിലാണ് ഞാൻ പോകുന്നത്. പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ ഭയങ്കര ഇഷ്ടമാണോ? പാട്ടാണ് ഇഷ്ടം. എന്നൊരു പാട്ട് പാടി തരുവാ? ചെറിയ 2 വരി മതി. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കെന്നും ഉറങ്ങിടാൻ ഒരു ചിപ്പിയണിയമ്മ, കാൽവളയിൽ കൈവളയിൽ കിലുകിലു നീ കളിയാടി വരും നേരം കാലത്തിരുന്നീ അമ്മ, പിച്ച പിച്ച വെക്കും കൺമണിയേ എന്നിൽ തന്നിലെ കൃഷ്ണമണി നീ, പിച്ച പിച്ച വെക്കും കൺമണിയേ എന്നിൽ തന്നിലെ കൃഷ്ണമണി നീ. നല്ലോണം പാടുന്നുണ്ടല്ലോ. സ്വന്തമായിട്ടൊരു പാട്ട് പാടിത്തരുവാ? കൺമണി പൂവേ കണ്ണാടി പൂവേ കലിപ്പൂവേ
മുറ്റമിരാകെ കൂട്ട് നിന്നാട്ടെ. അപ്പോ നമ്മൾ പഠിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാ ഷിഫാനി? എല്ലാ വിഷയവും ഇഷ്ടമാണ്, മലയാളം ഇംഗ്ലീഷ്. മലയാളം ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമാണല്ലേ? ഇഷ്ടമായ നമ്മള് വന്നതിന്? ഇഷ്ടമായിരുന്നു. സന്തോഷായില്ലേ? നമ്മൾ ഇനിയും വരൂ. അപ്പോഴത്തേക്ക് കുറച്ചും കൂടി ഉഷാറായി വീഡിയോ എല്ലാം ഇട്ടിട്ട് പുതിയ പുതിയ വീഡിയോസ് എല്ലാം ഇടണം കേട്ടാ. വെൽക്കം മോൾ. ഇപ്പൊ കുറെ കുട്ടികളുണ്ട് ഇങ്ങനെ സ്കൂളിലൊന്നും പോകാൻ പറ്റാത്ത. അപ്പൊ അവരോടെല്ലാം എന്നാ പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും വിഷമിക്കണ്ട, ഇതേപോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെല്ലാരും ഉണ്ടല്ലേ? മാക്സിമം ട്രൈ ചെയ്യുക, എഫേർട്ട് ഇടുക. അത്ര എല്ലാവരും ഇനിയും ഇതേപോലെ ഇവരെ സപ്പോർട്ട് ചെയ്താൽ അവര് ഇതാവും. നമ്മളിപ്പോ ഇവിടെ വന്ന പോലെ കുറെ സ്കൂളിലുണ്ട് ഫ്രണ്ട്സ് നിങ്ങൾക്ക്. അപ്പൊ അവരെല്ലാരും ഇനി കാണാൻ വരികയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം? ഇതുപോലെ മടിച്ചു നിൽക്കാതെ പാട്ടെല്ലാം പാടി അപ്പൊ പഠിച്ചിട്ട് വെക്കണം. നമ്മൾ ഇനിയും വരും. ഇനി എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാനൊക്കെ വരും. അപ്പൊ പാട്ടെല്ലാം പഠിച്ച് നമുക്കെല്ലാം പാടിത്തരെല്ലാം വേണം. നമ്മൾ ചാനലിൽ വീഡിയോ എല്ലാം ചെയ്യണം കേട്ടോ. നമ്മളെല്ലാം പറയണേ. വീഡിയോ ഇടാം. പറയാം. എന്റെ വീട്ടിൽ കുറച്ച് കൂട്ടുകാർ വന്നിരുന്നു, കുട്ടികൾ വന്നിരുന്നു. അല്ലെ? അവരായിട്ട് കുറെ സംസാരിച്ചു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അല്ലെ? പറയൂലേ? അങ്ങനെ പറയും. താങ്ക് യു.